Hello friends, it's me Vijitha. Welcome back to my YouTube channel Vijitha's Vibrant Visions. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരാഴ്ചയ്ക്കുള്ള നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്ര കാലം പരീക്ഷയ്ക്ക് എന്ത് പഠിച്ചു എന്നുള്ളതല്ല, ഇനി ഈ ഒരാഴ്ച എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും നമ്മളുടെ പബ്ലിക് എക്സാം എത്രത്തോളം സിമ്പിൾ ആയിരിക്കും ഹാർഡ് ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. കുറേ കുട്ടികൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഇനി പഠിച്ചാൽ ഫുൾ A+ കിട്ടുമോ, ഇനി പഠിച്ചു കഴിഞ്ഞാൽ പാസ് ആവാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ. അപ്പം ഈ ഒരു പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണേൽ ശരിക്കും അത്രയ്ക്ക് പ്രസക്തി ഇല്ല. പഠിക്കുന്നത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത് അപേക്ഷിച്ചിരിക്കും നമ്മൾ പാസ് ആവുന്നത്, നമുക്ക് ഫുൾ A+ കിട്ടുന്നതും ഒക്കെ. അപ്പോൾ തീരെ ഒട്ടും പഠിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ തരുന്ന ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ് ആവും. നിങ്ങൾ കുറേയൊക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ഇട്ട് ഇത് ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ തന്നെ പറ്റും. അപ്പം ഇതിൽ ആദ്യം കാണിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ തിങ്ക് SSLCക്ക് മോഡൽ എക്സാം 21-ാം തീയതി വരെ ഉണ്ട് എന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ 22-ാം തീയതി മുതൽ ഞാനിതാ ഇതുപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഓരോ ദിവസം എഴുതണം, 22, 23, 24, 25 അങ്ങനെ 3-ാം തീയതി വരെയുള്ള അത്രയും ദിവസങ്ങളാണ്. ഇനി മോഡൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആകെ 9 ദിവസമേ ഉള്ളൂ SSLCക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ SSLC ആയാലും +1 ആയാലും +2 ആയാലും 8, 9 ക്ലാസ്സിലെ കുട്ടികളായി കഴിഞ്ഞാലും ഇതുപോലെയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം എഴുതാം. എന്നിട്ട് നമ്മളുടെ പരീക്ഷയുടെ ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് ഓരോ ദിവസം പഠിക്കേണ്ട വിഷയങ്ങൾ എങ്ങനെ എഴുതാം. ഇപ്പോൾ ഇത് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് SSLCയുടെ ടൈം ടേബിൾ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പം ഈ ഒരു ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ച് കഴിയുമോ എന്നുള്ളത്. അപ്പം അതെങ്ങനെ പഠിക്കണം, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു ടൈം ടേബിൾ ഇപ്പം ഞാൻ അവിടെ കാണിച്ചുള്ളത് ഇതിൽ മാത്സ് എവിടെയും ഇല്ല. അപ്പം മാത്സ് എപ്പോഴാണ് പഠിക്കേണ്ടത്? ഈ ആകെ ഈ ഒരാഴ്ച 9 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഇത്രയും സബ്ജക്ട്സ് ഒന്ന് കവർ ചെയ്യണം. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ദിവസങ്ങളിൽ ഈ സബ്ജക്റ്റ് മാത്രം പഠിക്കുക. പിന്നെ മാത്സ് പഠിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് നമ്മൾ മാത്സ് പബ്ലിക് എക്സാമിന് മുമ്പ് ഒരു 6 ദിവസം നമുക്ക് അടുപ്പിച്ച് ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ആ 6 ദിവസം മാത്സ് പുസ്തകം അല്ലാതെ വേറെ ഒന്നും തുറക്കണ്ട, മാത്സ് മാത്രം പഠിക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെ പഠിക്കണം എന്നുള്ളവരോട്, നിങ്ങൾ ഒരുപാട് നേരത്തെ എണീക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മണിക്കോ 4 മണിക്കോ ഒക്കെ എണീറ്റ് പഠിക്കാം. ഇപ്പം ഒരു 4 മണിക്കെങ്കിലും എനിക്ക് പഠിക്കുന്നതാണ് നല്ലത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ലേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും രാവിലെ നേരത്തെ എണീറ്റ് ഇരുന്ന് പഠിക്കുന്നതാണ് എഫക്റ്റീവ്. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനൊക്കെ നല്ല ഫുൾ ചാർജഡായിട്ടായിരിക്കും ഉണ്ടാവുക. രാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് അത്രയും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ടയേർഡായിട്ട് കിടക്കുന്ന ഒരു ടൈമല്ലേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യാം. ഞാനിവിടെ ഒരു ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അപ്പോൾ ഇതും ഞാൻ ഇവിടെ ഇത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഫോട്ടോ കൊടുക്കാം. ഇതിൽ മാക്സിമം ബ്രേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒരു ടൈം ടേബിളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് കൊടുക്കാം. ആ ബ്രേക്ക് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ബ്രേക്ക് കൊടുക്കുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നുമില്ല, വെള്ളമൊക്കെ കുടിക്കുക, എന്തായാലും ഇരുന്നവിടെ നിന്ന് നടക്കുകയൊക്കെ ചെയ്യാം. ഉറക്കം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുക. കുറേ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരും. കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക. പിന്നെ നമ്മൾ ഒന്ന് മുഖം കഴുകി കാലൊക്കെ കഴുകിയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് ഉറക്കം വരില്ല. മുഖം കാലൊക്കെ കഴുകിയിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് അത്രയ്ക്ക് പെട്ടെന്ന് ഉറക്കം വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. ഞാൻ മാക്സിമം എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ +1 ഞാൻ +1 ഹ്യൂമാനിറ്റീസിനൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടൈം ടേബിളാണ്. ഞാനിപ്പോഴും ടൈം ടേബിളൊക്കെ ഇങ്ങനെ തയ്യാറാക്കാറുള്ളത് ബുക്കിലും A4 ഷീറ്റിലൊക്കെയാണ്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ചുമരിൽ ഒട്ടിച്ചിട്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് ഒട്ടിക്കുന്നില്ല. ഞാൻ വേറെ ഓൾറെഡി ഇവിടെ ഒട്ടിച്ച് വെച്ചത് എൻ്റെ ചുമരിലുണ്ട്. അവിടെ കാണാം നിങ്ങൾക്ക്, അവിടെ എൻ്റെ ചുമരിൽ ഓൾറെഡി ഉണ്ട് ഞാൻ ഒട്ടിച്ച് വെച്ചത്, ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ടൈം ടേബിളാണിത്. ഞാൻ കുറേ ദിവസം മുന്നേ തന്നെ മോഡൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ളത് ഒക്കെ റെഡിയാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് +1 കുറേ ഗ്യാപ്പ് വരുന്നുണ്ട് SSLCൻ്റെക്കാട്ടിലും എക്സാംസിൻ്റെ ഇടയിൽ. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതുപോലത്തെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ നമ്മളെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം. ഓർക്കുക, ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കഷ്ടപ്പെടുക, മറ്റൊന്നും ഓർക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഇത് നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അച്ചീവ്മെൻറ്റ് നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പാരൻസിൻ്റെ സാക്രിഫൈസ് ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. ഇത്രയും നാൾ എന്ത് ചെയ്തു എന്നുള്ളത് ഇനി ചിന്തിക്കുകയേ വേണ്ട.
ഈ വരുന്ന ഒരു കുറച്ച് ദിവസം, ഈ ഒരു 19 ദിവസം നിങ്ങൾ മാക്സിമം ഡിറ്റർമൈൻഡ് ആയിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. അതിനുള്ള റിസൾട്ട് എന്തായാലും കാണുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് പഠിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലോ ഡൗട്ടോ കമൻറ്റ് ബോക്സിൽ ആസ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരെയ്ക്കും ബൈ ബൈ.